സ്മോക്ക് ചെയ്യാറുണ്ടോ? മദ്യം, ലേശം അളവിലൊരു ലഹരി ഉപയോഗം. കമോൺ, ദിസ് ഇസ് ഫൺ. ഇതെല്ലാവരും ചെയ്യുന്നല്ലേ? അയ്യേ, താനെന്ത് അബ്നോർമലാണോ? യെസ്, ഇന്ന് ലഹരി ഉപയോഗിക്കാത്തവരാണ് അബ്നോർമൽ. ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ തള്ള വൈബും തന്ത വൈബുമാക്കി മാറ്റിക്കളയും. വെൽക്കം ടു നോർമലൈസേഷൻ സീരീസ് പാർട്ട് 4, ഡ്രഗ്സ്. സ്മോക്ക് ചെയ്യുന്നവർ മോഡേണും സ്മോക്ക് ചെയ്യാത്തവർ പഴഞ്ചനും. ദിവസം കഴിയുന്നതോറും നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എന്നും പറഞ്ഞു തുടങ്ങിയവരാണ് ഇതിലധികവും. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ലഭ്യത ഉണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രം കഴിഞ്ഞ വർഷം 25,000-ൽ പരം കേസുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിനെ തടയാൻ നമ്മുടെ നാട്ടിലെ സർക്കാരും സമൂഹമൊക്കെ പല പദ്ധതികളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ലഹരി വേട്ടയ്ക്ക് ഒരു അവസാനമില്ല. ഇപ്പോൾ വീട്ടിലൊരു വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ മക്കൾ സേഫാണ്, ഇതിലൊന്നും പോയി ചാടൂല. പക്ഷെ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലപ്പുറത്താണ് ഇതിൻ്റെ ലഭ്യത കിടക്കുന്നത്. പണ്ടൊക്കെ ബാംഗ്ലൂർ പഠിക്കാൻ പോയവരെയായിരുന്നു നമ്മൾ ആ കണ്ണിലൂടെ കണ്ടത്. ഇന്ന് അതിൻ്റെ ആവശ്യമല്ല, വീട്ടുമുറ്റത്ത് സാധനം കിട്ടും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാകും, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതായിരിക്കും. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അപകടം എവിടെ എന്നുള്ളത് അറിയോ? ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ല, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്നും പറഞ്ഞ് നോർമലൈസ് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പെപ്സിയൊക്കെ കുടിക്കല്ലോ, ഒന്ന് വയറ് ദമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊക്കക്കോളയൊക്കെ. അതുപോലെയാണ് ചില ആൾക്കാർ സ്മോക്ക് പോലെ ചെയ്യുന്നത്. സ്മോക്ക് ചെയ്യുന്നതൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇടയ്ക്കല്ലേ ഇതിലൊക്കെ എന്താ ഇപ്പോൾ ഇത്ര പ്രശ്നം? എന്നാൽ പ്രശ്നമുണ്ട്. ചെറിയ അളവിലാണെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടും കേട്ടും അടുത്ത് കാണും. ഇന്നത്തെ കാലത്ത് ഇതൊന്നും യൂസ് ചെയ്യാത്തൊരു പാർട്ട്ണർ, അതിനൊരു സുഹൃത്തിനെ കിട്ടുക പറയുന്ന ചില്ലറ കാര്യമല്ല. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും സ്മോക്കിങ്ങോ ആൽക്കഹോളോ ഡ്രഗ്സോ യൂസ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ, my dear girls and boys, you really deserve a big salute because you are a piece of gem in this broken world.